ഇവിടെ പ്രശ്നം KSRTC നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 2, സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനനുസൃതമായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതും സഫർ ചെയ്യേണ്ടി വരുന്നതും ജീവനക്കാരും പെൻഷൻകാരുമാണ് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇതിനകത്ത് പങ്കുവയ്ക്കുന്നത്. ഇപ്പം നിലവിൽ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി KSRTCക്ക് പുതിയ കടബാധ്യതകൾ ഒന്നും ഏറ്റെടുപ്പിക്കാതെ ഗവൺമെൻറ് സഹായത്തോടു കൂടി തന്നെ പെൻഷനും ശമ്പളവും ഇപ്പോൾ കൊടുത്തു വരുന്നുണ്ട്. 74 കോടി രൂപ പെൻഷനും 50 കോടി രൂപ ശമ്പളത്തിനും സർക്കാർ സഹായം KSRTCക്ക് ഇപ്പോൾ തരുന്നുണ്ട്, എല്ലാ മാസവും തരുന്നുണ്ട്. അത് നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാസം എന്ന് പറയുമ്പോൾ 125 കോടി രൂപ ഗവൺമെൻറ് തരികയാണ് 30 ദിവസം കഴിയുമ്പോൾ. സ്വാഭാവികമായി ഇപ്പോൾ നമുക്ക് ഒരു ദിവസം ശരാശരി ഏറ്റവും കുറഞ്ഞ കളക്ഷൻ 7, 7.5, 8 കോടി രൂപ വരെ നമുക്ക് ഒരു ദിവസത്തെ കളക്ഷനുണ്ട്. 220, 230 കോടി രൂപയാണ് ഒരു മാസത്തെ റവന്യൂ, ഓപ്പറേഷണൽ റവന്യൂവിൻ്റെ ഭാഗമായി KSRTC കിട്ടുന്ന വരുമാനം. ആകെ യാത്രക്കാർ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെൻഡർ ടിക്കറ്റിംഗ് അടക്കമുള്ളത് പരിശോധിച്ച് നോക്കിയപ്പോൾ 55% വരുന്ന വനിതാ സ്ത്രീ യാത്രക്കാരാണ്. സ്വാഭാവികമായി ഈ 55%, 50% കൂട്ടിയാൽ പോലും 7 കോടി 7.5 കോടി രൂപ വരുമാനമുണ്ട് എന്നുണ്ടെങ്കിൽ 110 കോടി രൂപയ്ക്ക് പുറത്ത് ഒരു മാസം അത് വരുമാന നഷ്ടം KSRTCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. വനിതകൾക്ക് സബ്സിഡി കൊടുക്കുമ്പോൾ, യാത്രാ സൗജന്യം കൊടുക്കുമ്പോൾ, ചിലപ്പോൾ യാത്രാ സൗജന്യം വരുമ്പോൾ സ്വകാര്യ ബസ്സുകളിൽ കയറിക്കൊണ്ടിരുന്നവരോ മറ്റോ ഓട്ടോറിക്ഷ അടക്കമുള്ള മറ്റ് സ്വന്തം 2 വീലറോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യാത്രക്കാർ കൂടി KSRTCയിലേക്ക് കയറും എന്നുള്ളത് കൂടി കൂട്ടാം. പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തിയാലും അറ്റ് പ്രസൻറ്റ് KSRTCയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രക്കാർ 50%-ലധികം എന്ന് പറയുമ്പോൾ ആ വരുമാനം അത് സബ്സിഡി കൊടുക്കുന്നൊരു സാഹചര്യം വന്നാൽ 105-110 കോടി രൂപ അവിടെ കുറവ് വരും. നിലവിൽ KSRTCക്ക് സർക്കാർ തന്നുകൊണ്ടിരിക്കുന്ന പ്രതിമാസ ശമ്പളത്തിനും പെൻഷനും വേണ്ടുന്ന 125 കോടിയും പ്ലസ് അതിനോടൊപ്പം ഈ സ്ത്രീ യാത്രാ സൗജന്യത്തിൻ്റെ ഭാഗമായ പണം എന്ന നിലയിൽ ഒരു 110 കോടി രൂപയും ചേർത്ത് 235 കോടി രൂപ ഒരു മാസം KSRTCക്ക് ഗവൺമെൻറ് തരാൻ തയ്യാറായാൽ മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. 1-2 മാസം ഈ 230 കോടി രൂപ ഒരുപക്ഷെ ഗവൺമെൻറ് ഒരു പ്രസ്റ്റീജ് എന്ന നിലയിൽ, പ്രഖ്യാപനമല്ലേ, തുടക്കം എന്ന നിലയിലൊക്കെ നൽകാൻ തയ്യാറായാലും തുടർന്ന് അങ്ങോട്ട് കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അങ്ങനെ ഇല്ലാത്ത ഘട്ടങ്ങളിൽ UDFൻ്റെ ഭരണകാലഘട്ടമൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഇതേ നിലയിൽ സർക്കാർ സഹായം തന്ന് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നത് ഞങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് നേരത്തെ വിദ്യാർത്ഥികൾക്ക് ശ്രീ തിരുവഞ്ചൂർ കൺസെഷൻ പൂർണ്ണമായി ഒഴിവാക്കിയ സമയം KSRTCക്ക് ഒരു ചെറിയ ശതമാനം, 17% തുകയാണ് KSRTC ഈടാക്കിയിരുന്നത്. 5.5 ലക്ഷം വിദ്യാർത്ഥികളുടെ കൺസെഷൻ ചാർജ് റെഗുലർ കൺസെഷനും 3 ലക്ഷം പ്രൈവറ്റ് കൺസെഷനുമാണ് പൂർണ്ണമായി സൗജന്യമാക്കി മാറ്റിയത്. ഒരു നയാ പൈസ അധികം ഗവൺമെൻറ് അന്ന് KSRTCക്ക് തരാൻ തയ്യാറായില്ല. ജില്ലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തും KTDFCയിൽ നിന്ന് 12% പലിശയ്ക്ക് ഓവർഡ്രാഫ്റ്റ് എടുത്തും KSRTCയുടെ ശമ്പളവും പെൻഷനും കൊടുക്കേണ്ടി വന്നതാണ്. 2016 മുതൽ ഇങ്ങോട്ടേക്ക് വന്ന LDF ഗവൺമെൻറ് കാലത്ത് ഈ കൺസോർഷ്യം രൂപീകരിച്ച് ഹ്രസ്വകാല വായ്പകളെ ദീർഘകാല വായ്പയാക്കി മാറ്റേണ്ടെന്ന് വരുന്ന സാഹചര്യമൊക്കെ KSRTCയിൽ ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നിൽക്കുമ്പോഴാണ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC എന്ന നിലയിൽ ഞങ്ങൾ പറയുന്നത് ഗവൺമെൻറ് ഏത് പദ്ധതി നടപ്പിലാക്കുന്നതിനോടും അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അതിൻ്റെ വയബിലിറ്റി, അത് നടപ്പിലാക്കി വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമായ ബാധ്യത അത് പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കൃത്യമായൊരു നിലപാട് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാഭനഷ്ടത്തിൻ്റെ തോതനുസരിച്ച് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ കണക്കാക്കപ്പെടേണ്ടതില്ല എന്ന ധാരണയിൽ ആന്ധ്രയിലും തെലങ്കാനയിലും ഹരിയാനയിലുമൊക്കെ ചെയ്തതുപോലെ KSRTCയെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജീവനക്കാരെയും പെൻഷൻകാരെയും ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്യുന്നൊരു സമീപനത്തിലേക്ക് വന്നാൽ മാത്രമേ അതിന് നിയമം അനുവദിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സമീപനത്തിലേക്ക് വരിക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിനകത്ത് ഗവൺമെൻറ്റിനോട് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.